നമസ്കാരം. ഇനി നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് എന്ന പേപ്പറിൽ ഓർഗനൈസേഷൻ ഓഫ് ഗൈഡൻസ് പ്രോഗ്രാം അറ്റ് സ്കൂൾസ് ആണ്. എന്താണ് ഗൈഡൻസ് പ്രോഗ്രാം? ഇറ്റ് ഈസ് എ കോംപ്രിഹെൻസീവ് ഡെവലപ്മെൻറ്റൽ പ്രോഗ്രാം ഡിസൈൻഡ് ടു അസിസ്റ്റ് ഇൻഡിവിജ്വൽസ് ഇൻ മേക്കിംഗ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് ഇൻഫോംഡ് എഡ്യൂക്കേഷണൽ ആൻഡ് ഒക്യുപ്പേഷണൽ ചോയ്സസ്. അതായത് നമ്മളൊരു ഓരോ വ്യക്തിയും ഒരു ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് അല്ലെങ്കിൽ ഒരു തൊഴിൽ മേഖലയിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് സംശയങ്ങളും അതുപോലെ ഒരുപാട് കൺഫ്യൂഷൻസും ഒക്കെ നമുക്കുണ്ടാവും. അപ്പോൾ അത് ശരിയായ രീതിയിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്നതിന് വ്യക്തികളെ സഹായിക്കുന്നതിന് വേണ്ടി രൂപകൽപ്പന ചെയ്ത സമഗ്രവും വികസനപരവുമായ ഒരു പ്രോഗ്രാമാണ് ഗൈഡൻസ് പ്രോഗ്രാം. ഓരോ തൊഴിലും വിദ്യാഭ്യാസ മേഖലയും എക്സ്പ്ലോർ ചെയ്യുന്നു. ഇതൊക്കെ ഈ ഗൈഡൻസ് പ്രോഗ്രാംസിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. ഇനി സ്കൂളുകളിലുണ്ടാവുന്ന ഗൈഡൻസ് പ്രോഗ്രാംസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ ക്ലസ്റ്റർ ഓഫ് ആക്ടിവിറ്റീസ് വിച്ച് എനാബിൾ ദ സ്റ്റുഡൻസ് ടു ഓവർകം ദെയർ എഡ്യൂക്കേഷണൽ, വൊക്കേഷണൽ, പേഴ്സണൽ ഓർ സോഷ്യൽ പ്രോബ്ലംസ് ദാറ്റ് ദേ ഫേസ് ഡ്യൂറിങ് ദ ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് സ്കൂൾ കാലഘട്ടത്തിലൊക്കെയാണ് ഒരു വ്യക്തിയുടെ വികാസം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഘട്ടങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടാകും. അത് എഡ്യൂക്കേഷണൽ തരത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ തൊഴിൽ മേഖലയിലാണെങ്കിൽ, അല്ലെങ്കിൽ വ്യക്തിപരമായ അല്ലെങ്കിൽ സാമൂഹികമായ ഒരു സൊസൈറ്റിയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടാകും. അപ്പോൾ ഇതൊക്കെ മറികടക്കാൻ വേണ്ടി അവരെ പ്രാപ്തരാക്കുന്ന ഒരു കൂട്ടം പ്രവർത്തന മാർഗനിർദ്ദേശ പരിപാടികളെയാണ് സ്കൂൾ ഗൈഡൻസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഒരു സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ അവിഭാജ്യ ഘടകം തന്നെയാണ് സ്കൂൾ ഗൈഡൻസ് പ്രോഗ്രാംസ്. ഇനി നമുക്ക് നേരിട്ട് അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നോക്കാം. നീഡ്സ് ഓഫ് ഓർഗനൈസിങ് ഗൈഡൻസ് പ്രോഗ്രാംസ്. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ദ ടീച്ചേഴ്സ് ടു ടേക്ക് നോട്ട് ഓഫ് പൊട്ടൻഷ്യാലിറ്റീസ് ഓഫ് ഈച്ച് സ്റ്റുഡൻറ്റ് ഇൻ ഡിഫറെൻറ്റ് ഡിറക്ഷൻ. അതായത് ഓരോ വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കും അവരുടേതായ സ്ട്രെങ്ത്ത്, അവരുടെ പൊട്ടൻഷ്യാലിറ്റീസ്, വീക്ക്നെസ്, ഇങ്ങനെ ഉള്ള ഓരോ കാര്യങ്ങളാണ്. ഓരോന്നും വ്യത്യസ്തമായിരിക്കും ഓരോ വ്യക്തിയുടെയും. അപ്പോൾ അത് നമ്മുടെ ടീച്ചേഴ്സിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ട സാധ്യതകൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സഹായിക്കും? അധ്യാപകരെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ ഗൈഡൻസ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. കുട്ടികളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ കുട്ടികളുടെ കഴിവുകൾ എന്തൊക്കെയാണ് തിരിച്ചറിയാനും അവർക്ക് വേണ്ട സാധ്യതകൾ നൽകാനുമൊക്കെ അധ്യാപകരെ സഹായിക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നത്. ഭാവിയിൽ കുട്ടികൾക്ക് ഉചിതവും ശരിയായതുമായ ഒരു മാർഗം അല്ലെങ്കിൽ ഒരു കരിയർ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികളെയും അവരുടെ പേരൻസിനെയും സഹായിക്കുന്ന ഒരു കാര്യമാണ് ഗൈഡൻസ് പ്രോഗ്രാം, സ്കൂളുകളിലുണ്ടാകുന്ന ഗൈഡൻസ് പ്രോഗ്രാം. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഫിസിക്കൽ, സോഷ്യൽ, ഇമോഷണൽ ആൻഡ് ഇൻ്റലക്ച്വൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് നീഡ് ഓഫ് പീപ്പിൾ. ശാരീരികവും സാമൂഹികവും വൈകാരികവും അതുപോലെ ഇൻ്റലക്ച്വലും ഭൗതികവുമായ സവിശേഷതകളും അതുപോലെ വിദ്യാർത്ഥികളുടെ ആവശ്യവും മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. കുട്ടികൾക്ക് ഓരോ ഘട്ടത്തിലും അല്ലെങ്കിൽ ഓരോ വളർച്ചയുടെ അല്ലെങ്കിൽ ഒരു വികസനത്തിൻ്റെ ഓരോ ഘട്ടത്തിലും കുട്ടികൾക്ക് ഫിസിക്കൽ പരമായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ അല്ലെങ്കിൽ ഇമോഷണൽ ഓർ ഇൻ്റലക്ച്വൽ ഓരോ ഘട്ടത്തിലും ഓരോ സവിശേഷതകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഓരോ ആവശ്യങ്ങളും ആ ഘട്ടങ്ങളിൽ വരുന്നുണ്ടാവും. അതൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഈ ഗൈഡൻസ് പ്രോഗ്രാംസ് വഴി സാധിക്കും. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് പ്രൊമോട്ട്സ് എഫിഷ്യൻസി ഇൻ പ്രൊവൈഡിങ് എസെൻഷ്യൽ, റിലയബിൾ ആൻഡ് സയൻറ്റിഫിക് ഡാറ്റ ഓൺ പീപ്പിൾസ്. അതുപോലെ ഇത് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ വിശ്വസനീയവും ശാസ്ത്രീയവുമായ ഡാറ്റ നൽകുന്നതിനുള്ള കാര്യക്ഷമതയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് പ്രൊവൈഡ്സ് നോളജ് ടു ചിൽഡ്രൻ ഇൻ മേക്കിംഗ് സാറ്റിസ്ഫാക്ടറി അഡ്ജസ്റ്റ്മെൻറ്റ്. കുട്ടികൾക്ക് സ്കൂളിലായാലും അല്ലെങ്കിൽ അവർ പുറത്തിറങ്ങുമ്പോൾ അവർ നിൽക്കുന്ന സമൂഹത്തിലായാലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താനുള്ള ആ സമൂഹത്തിനോട് അല്ലെങ്കിൽ സ്കൂളിലെ ജീവിതത്തിനോട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനുള്ള അറിവും കൂടെ ഈ ഗൈഡൻസ് പ്രോഗ്രാംസ് വഴി വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, എ വെൽ ഓർഗനൈസ്ഡ് ഗൈഡൻസ് നടത്തുന്നത് എങ്കിൽ അതുവഴി സമയവും
മണിയും എഫേർട്ടും ഒക്കെ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്പ് സ്റ്റുഡൻസ് ടു ഫൈൻഡ് എ സ്യൂട്ടബിൾ ഒക്യുപ്പേഷൻ ഓർ വൊക്കേഷൻ. കുട്ടികൾക്ക് ഭാവിയിൽ അവർക്ക് യോജിക്കുന്ന, അവർക്ക് സ്യൂട്ട് ചെയ്യുന്ന ഒരു ഒക്യുപ്പേഷൻ, ഒരു തൊഴിൽ മേഖലയിലേക്ക് കടക്കാൻ ഇത് സഹായിക്കും. നെക്സ്റ്റ് പോയിന്റ്, it help teachers to understand the individual differences of children. ഓരോ വിദ്യാർത്ഥിയും ഓരോ ലോകം എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ വിദ്യാർത്ഥികളെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മനസ്സിലാക്കാൻ അധ്യാപകർക്ക് സാധിക്കും. നെക്സ്റ്റ്, ഇറ്റ് പ്രോപ്പർലി യൂട്ടിലൈസ് സ്കിൽ, ട്രെയിനിങ്, നോളജ്, പൊട്ടൻഷ്യാലിറ്റീസ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് സ്റ്റാഫ് മെമ്പേഴ്സ് ഓഫ് ദ സ്കൂൾ. ഇത് ആ സ്കൂളിലെ സ്റ്റാഫിൻ്റെ അവരുടെ സ്കില്ല്, കഴിവുകൾ, അവർക്ക് ലഭിച്ച പരിശീലനം, അവരുടെ അറിവ്, അവരുടെ പൊട്ടൻഷ്യാലിറ്റീസ്, ഇതൊക്കെ ശരിയായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട് ഈ ഗൈഡൻസ് പ്രോഗ്രാമുകളിൽ. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് കോർഡിനേറ്റ്സ് ദ വർക്ക് ഓഫ് ഓൾ പേഴ്സൺസ് എൻഗേജ്ഡ് ഇൻ ദ ഗൈഡൻസ് പ്രോഗ്രാം. ഈ ഗൈഡൻസ് പ്രോഗ്രാമിൽ എൻഗേജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉൾപ്പെടുന്ന എല്ലാ ആൾക്കാരുടെയും വർക്കിൻ്റെ ഒരു കോർഡിനേഷൻ, ഒരു ഏകീകരണമാണ് ഗൈഡൻസ് പ്രോഗ്രാംസിൽ നടക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് യൂട്ടിലൈസസ് കമ്മ്യൂണിറ്റി റിസോഴ്സസ് പ്രോപ്പർലി. ഇത് കമ്മ്യൂണിറ്റി റിസോഴ്സസ് ശരിയായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഹെൽപ്പ് സ്റ്റുഡൻസ് ടു അച്ചീവിങ് സെൽഫ് ഡെവലപ്മെൻറ്റ്, സെൽഫ് ഡിറക്ഷൻ ആൻഡ് സെൽഫ് റിയലൈസേഷൻ. ഇത് വിദ്യാർത്ഥികൾക്ക് സ്വയം തിരിച്ചറിയാനും അല്ലെങ്കിൽ സ്വയം സ്റ്റുഡൻസിനെ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് കൺസിഡേഴ്സ് ദ ആക്ടിവിറ്റീസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ പേഴ്സണൽ എൻഗേജ്ഡ് ഇൻ സ്കൂൾ ഗൈഡൻസ് സർവീസസ്. ഈ സ്കൂൾ ഗൈഡൻസ് സർവീസസ്, അതായത് ഈ പ്രോഗ്രാമിൽ എൻഗേജ് ചെയ്യുന്ന എല്ലാവരുടെയും ആക്ടിവിറ്റീസിനെയും ഫങ്ഷൻസിനെയും ഈ ഗൈഡൻസ് പ്രോഗ്രാംസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് ഗുഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. ഒരു ശരിയായ മാനുഷിക ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഗുഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പിലൂടെ റിലേഷൻഷിപ്പ് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നീഡ്സ് ഓഫ് ഓർഗനൈസിങ് ഗൈഡൻസ് പ്രോഗ്രാം. ഗൈഡൻസ് പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ ആവശ്യകതകൾ, ഒരു സ്കൂളിൽ ചെയ്യുന്നതിൻ്റെ ആവശ്യകതകൾ. നെക്സ്റ്റ്, ഇതിൻ്റെ പ്രിൻസിപ്പിൾസിലേക്ക് കിടക്കാം. ഫസ്റ്റ് പോയിന്റ്, ഫോർ ഓൾ ദ കാറ്റഗറീസ് ഓഫ് സ്റ്റുഡൻസ്. അതായത് ഈ ഗൈഡൻസ് സർവീസ് എല്ലാ വിഭാഗ വിദ്യാർത്ഥികൾക്കും വേണ്ടിയുള്ളതായിരിക്കും. ഒരു പ്രത്യേക വിഭാഗക്കാരെ മാറ്റി നിർത്തുന്നതോ അങ്ങനെയൊന്നുമില്ല. എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുന്ന ഒന്നാണ് ഈ ഗൈഡൻസ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, എനി ടൈപ്പ് ഓഫ് ഗൈഡൻസ് പ്രോഗ്രാം, എഡ്യൂക്കേഷണൽ, വൊക്കേഷണൽ ആൻഡ് ഓർ പേഴ്സണൽ. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഗൈഡൻസ് പ്രോഗ്രാമുകളുടെ ഓർഗനൈസേഷൻ നടക്കും. അത് വിദ്യാഭ്യാസപരമായിട്ടാവാം, തൊഴിൽപരമായിട്ടാവാം, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട്, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട്. അതായത് ഏതൊരു വിദ്യാർത്ഥികളുടെയും താല്പര്യത്തിനും അതുപോലെ ആവശ്യത്തിനും അവർ എന്തിനാണ് ഗൈഡൻസ് പ്രോഗ്രാമിൻ്റെ ഭാഗവാക്കാവുന്നത്, ഇതിൻ്റെയൊക്കെ ഉദ്ദേശത്തിനനുസരിച്ചിട്ടായിരിക്കും ഏത് തരത്തിലുള്ള ഗൈഡൻസ് പ്രോഗ്രാം ആണെന്ന് നിശ്ചയിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഷുഡ് കൺസിഡർ ദ ടോട്ടൽ എൻവയോൺമെൻറ്റ് ഓഫ് ദ ചൈൽഡ്. കുട്ടികൾക്ക് ഗൈഡൻസ് സർവീസ് നൽകുമ്പോൾ അവരുടെ ചുറ്റുപാട് എന്താണ്, അല്ലെങ്കിൽ അവരുടെ മുഴുവൻ അന്തരീക്ഷം, അവരുടെ എൻവയോൺമെൻറ്റ് എന്താണെന്ന് തിരിച്ചറിയുന്ന ഇറ്റ് ഡിഫറെൻറ്റ് ഇൻ എൻ ഇൻഡസ്ട്രിയൽ സ്കൂൾ ദാൻ ദാറ്റ് ഓഫ് ആൻ അഗ്രികൾച്ചറൽ സ്കൂൾ. ഒരു ഇൻഡസ്ട്രിയൽ സ്കൂളിൻ്റെയും ഒരു അഗ്രികൾച്ചർ സ്കൂളിൻ്റെയും ഗൈഡൻസ് പ്രോഗ്രാംസ് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഓരോ സ്കൂളിൻ്റെ ഇതനുസരിച്ചിട്ടായിരിക്കും ഗൈഡൻസ് പ്രോഗ്രാംസ് അതിനനുസരിച്ച് ഓർഗനൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഷുഡ് ട്രീറ്റ് ദ പീപ്പിൾ ഇൻ ഇറ്റ്സ് എൻറ്റയർലി. ഗൈഡൻസ് സർവീസിൽ കുട്ടിയുടെ എൻറ്റയർ മുഴുവനായിട്ടുള്ളൊരു ട്രീറ്റ് ആയിരിക്കും നടക്കുന്നത്. നെക്സ്റ്റ്, മീറ്റ് ദ സ്പെസിഫിക് നീഡ്സ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് ദ പീപ്പിൾ. കുട്ടികളുടെ പ്രത്യേക ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും ഇതുവഴി നിറവേറ്റപ്പെടും. അതായത് കുട്ടികൾ എന്ത് ഉദ്ദേശത്തിലാണോ ഗൈഡൻസ് പ്രോഗ്രാമിൽ വരുന്നത്, അത് ആ പ്രശ്നത്തിനുള്ള പരിഹാരം അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ സാധിക്കണം. നെക്സ്റ്റ് പോയിന്റ്, adequate information regarding occupational and educational requirements and opportunities should be stored. അതായത് എഡ്യൂക്കേഷണൽ ആൻഡ് ഒക്യുപ്പേഷണലായിട്ട് ബന്ധപ്പെട്ട അവരുടെ ആവശ്യങ്ങളും അവസരങ്ങളൊക്കെ
ശരിയായ രീതിയിൽ വേണം, ഈ വിവരങ്ങളൊക്കെ ശരിയായ രീതിയിൽ സൂക്ഷിക്കപ്പെടണം. നെക്സ്റ്റ് പോയിന്റ്, ഷുഡ് കോപ്പറേറ്റ് വിത്ത് ഓൾ ദ ഏജൻസീസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊവൈഡ് ഫോർ ലീഡർഷിപ്പ്. ഗൈഡൻസ് സർവീസസിൻ്റെ എഡ്യൂക്കേഷൻ ഏജൻസീസുമായിട്ട് സഹകരിക്കുകയും അവർ നേതൃത്വത്തിനായിട്ട് ഇവർക്ക് നൽകുകയും വേണം. നെക്സ്റ്റ് പോയിന്റ്, പ്രോബ്ലംസ് ഓഫ് പീപ്പിൾ ഷുഡ് ബി ഡെൽറ്റ് വിത്ത് ബിഫോർ ദേ ബിക്കം സീരിയസ്. ഓരോ പ്രശ്നങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഓരോ പ്രോബ്ലംസുമായിട്ട് വരുന്ന വിദ്യാർത്ഥികൾക്ക് ആ പ്രോബ്ലം ഒന്ന് സീരിയസ് ആവുന്നതിന് അല്ലെങ്കിൽ വഷളാവുന്നതിന് മുമ്പ് തന്നെ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതാണ്. നെക്സ്റ്റ്, ഡയറക്റ്റഡ് ടുവേർഡ്സ് ഇംപ്രൂവിങ് പീപ്പിൾസ് സെൽഫ് നോളജ് ആൻഡ് സെൽഫ് ഡിറക്ഷൻ. വിദ്യാർത്ഥികളുടെ ശരിയായ ദിശയൊക്കെ ഒരു മെച്ചപ്പെടുത്തുന്ന തരത്തിലായിരിക്കണം ഇത് നയിക്കേണ്ടത്. നെക്സ്റ്റ്, അഡിക്വേറ്റ് പ്രൊവിഷൻ ഫോർ ടെസ്റ്റിംഗ് ടൂൾസ്. ഓരോ ഗൈഡൻസ് പ്രോഗ്രാംസിനും കുറേ ടൂൾസ് ഉണ്ടാകും. കുട്ടികളെ ശരിയായ രീതിയിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, കുട്ടികളുടെ പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ തിരിച്ചറിയാൻ വേണ്ടി ഒരുപാട് ടെസ്റ്റിംഗ് ടൂൾസ് ഉണ്ട്. ഇത് ഉപയോഗിക്കുന്നതിന് ശരിയായ വ്യവസ്ഥകൾ ഇതിനു വേണ്ടി നൽകണം. നെക്സ്റ്റ് പോയിന്റ്, മോസ്റ്റ് പ്രയോറിറ്റി ടു ദ ഇൻട്രസ്റ്റ് ആൻഡ് എഫേർട്ട് ഓഫ് എവറി മെമ്പേഴ്സ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെയും ഇൻട്രസ്റ്റിനും എഫേർട്ടിനും ആയിരിക്കണം കൂടുതൽ പ്രയോറിറ്റി അല്ലെങ്കിൽ മുൻഗണന നൽകേണ്ടത്. ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് ഷുഡ് ബി ആസ് സിമ്പിൾ ആസ് പോസിബിൾ. എത്രത്തോളം ഇത് ഈസി ആക്കാവോ അല്ലെങ്കിൽ എത്രത്തോളം ഇത് ലളിതമാക്കാവോ അത്രത്തോളം ലളിതമാക്കിയിരിക്കണം. ഇതാണ് ഓർഗനൈസേഷൻ ഓഫ് ഗൈഡൻസ് പ്രോഗ്രാംസിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ സ്റ്റെപ്സ് ആണ്. സ്റ്റെപ്സ് ഓർഗനൈസിങ് ആൻഡ് മാനേജിങ് എ ഗൈഡൻസ് പ്രോഗ്രാം. ഒരു ഗൈഡൻസ് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുമ്പോഴും അത് മാനേജ് ചെയ്യുമ്പോഴുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ദ റിയൽ ലൈഫ് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് അസസ്മെൻറ്റ്. ആ വരുന്ന വിദ്യാർത്ഥിയുടെ മുഴുവനായിട്ടുള്ള ആ കുട്ടിയുടെ ചുറ്റുപാട് എന്താണ് ഇതൊക്കെ മനസ്സിലാക്കുക, അതൊന്ന് അസസ് ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ്, നീഡ്സ് അസസ്മെൻറ്റ്. ആവശ്യങ്ങൾ വിലയിരുത്തുക. കുട്ടികളുടെ ആവശ്യം എന്താണ്, അവരുടെ എന്താ പറയുക, അവരെന്ത് ഉദ്ദേശത്തിലാണ് വന്നിരിക്കുന്നത് അതൊന്ന് അസസ് ചെയ്യുക. ശരിയായതാണോ എന്നില്ല ഒന്ന് അസസ് ചെയ്യുക. നെക്സ്റ്റ്, പ്രയോറിറ്റി സെറ്റിങ്സ്. അതിൻ്റെ മുൻഗണന ക്രമീകരിക്കുക. ഇതൊക്കെയാണ് ആദ്യം അങ്ങനെ ഒരു മുൻഗണന പ്രയോറിറ്റി സെറ്റ് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ്, ഗോൾ ഓർ ഒബ്ജക്റ്റീവ് ഫോർമുലേഷൻ. അതിൻ്റെ ലക്ഷ്യങ്ങൾ ഏതൊക്കെ ഒബ്ജക്റ്റീവ്സിലേക്കാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഗോൾസിലേക്കാണ് കുട്ടികൾ എത്തിക്കേണ്ടത് ഈ ഗൈഡൻസ് പ്രോഗ്രാം. നെക്സ്റ്റ്, സ്ട്രാറ്റജീസ് ഐഡൻറ്റിഫിക്കേഷൻ. ഏത് തരത്തിൽ ഏത് തന്ത്രമാണ് അല്ലെങ്കിൽ ഏത് സ്ട്രാറ്റജിയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. നെക്സ്റ്റ്, പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ. അത് അപ്ലൈ ചെയ്യാം. ഏതാണോ സ്ട്രാറ്റജി ഐഡൻറ്റിഫൈ ചെയ്ത് അല്ലെങ്കിൽ കണ്ടെത്തി വെച്ചത് അതൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. നെക്സ്റ്റ്, പ്രോഗ്രാം ഇവാലുവേഷൻ. ആ ചെയ്ത പ്രോഗ്രാം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക, ഒരു മൂല്യനിർണ്ണയം നടത്തുക. എത്രമാത്രം അത് ശരിയായി എന്ന് മൂല്യനിർണ്ണയം നടത്തുക. അതിനനുസരിച്ച് അവസാനത്തെ സ്റ്റെപ്പ് റീസൈക്ലിംഗ്. എന്തെങ്കിലും മാറ്റം വരുത്തി ഒന്നും കൂടെ ശരിയാക്കണമെങ്കിൽ ഒന്നും കൂടെ ആക്കിയിട്ട് വീണ്ടും അത് റീസൈക്ലിംഗ് ചെയ്യാം. ഇതാണ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എൻവയോൺമെൻറ്റ് അസസ്മെൻറ്റ്, സെക്കൻഡ് നീഡ്സ് അസസ്മെൻറ്റ്, തേർഡ് പ്രയോറിറ്റി സെറ്റിംഗ്, ഫോർത്ത് ഗോൾ ഓർ ഒബ്ജക്റ്റീവ് ഫോർമുലേഷൻ, ഫിഫ്ത്ത് സ്ട്രാറ്റജീസ് ഐഡൻറ്റിഫിക്കേഷൻ, നെക്സ്റ്റ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ, നെക്സ്റ്റ് പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് ലാസ്റ്റ് റീസൈക്ലിംഗ്. ഇതാണ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. ലിമിറ്റേഷൻസ് അതായത് ഒരു ഗൈഡൻസ് പ്രോഗ്രാംസ് സ്കൂളുകളിൽ ഓർഗനൈസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ചെയ്യാൻ തടസ്സമാകുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് ഇതിൻ്റെ ലിമിറ്റേഷൻസ്. First point, for organization of any guidance services and programs in school, there is a need of psychologists, counselors and career masters. അതായത് ഒരു സ്കൂളിൽ ഗൈഡൻസ് സർവീസ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് നടത്തുമ്പോൾ അവർക്ക് അതിന് എലിജിബിൾ ആയിട്ടുള്ള സൈക്കോളജിസ്റ്റിൻ്റെ അല്ലെങ്കിൽ കൗൺസിലേഴ്സിൻ്റെ അല്ലെങ്കിൽ കരിയർ മാസ്റ്റേഴ്സിൻ്റെ ആവശ്യമുണ്ട്. മിക്ക സ്കൂളുകളിലും അത്തരം ഉദ്യോഗസ്ഥർ ഇല്ലാത്തതിനാൽ ഓർഗനൈസേഷൻ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, guidance service program requires a lot of infrastructure facilities like suitable accommodation, equipment, sitting arrangement, etc. അതായത് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇതിനാവശ്യമുണ്ട്.
ശരിയായ രീതിയിലുള്ള അക്കോമഡേഷൻ, അതുപോലെ അതിന് വേണ്ട ഉപകരണങ്ങൾ, സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്, ഇങ്ങനെ ഒരുപാട് അത്യാവശ്യങ്ങളുണ്ട്. അത് എല്ലാ സ്കൂളുകളിലും ശരിയായ രീതിയിൽ ഇല്ലാത്തതും ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇല്ലാത്തത് കൊണ്ടും ഇത് പരാജയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഈ സെക്കൻഡറി സ്കൂളുകളിലൊക്കെ ഗൈഡൻസ് സർവീസ് സംഘടിപ്പിക്കുന്നതിന് ബന്ധപ്പെട്ട സർക്കാർ നയം നിർദ്ദിഷ്ടവും അനുകൂലവും കൃത്യവുമല്ല. ശരിയായ രീതിയിലുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ് പോളിസീസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഗൈഡൻസ് പ്രോഗ്രാം നടത്തുന്നത് സ്കൂൾ അഡ്മിനിസ്ട്രേഷനും ബുദ്ധിമുട്ടാണ്. ഇതും ഒരു ലിമിറ്റേഷൻസ് ആയിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, മെജോറിറ്റി ഓഫ് അവർ സെക്കൻഡറി സ്കൂൾസ് ഡോണ്ട് ഹാവ് എനി ഓർഗനൈസ്ഡ് പ്രോഗ്രാം ഓഫ് ഗൈഡൻസ്. ഈ സെക്കൻഡറി സ്കൂളുകളിൽ ഭൂരിഭാഗത്തിനും ഓർഗനൈസ്ഡ് ഗൈഡൻസ് പ്രോഗ്രാം ഇല്ല. അതൊരു ലിമിറ്റേഷനാണ്. നെക്സ്റ്റ്, ഫോർ ഓർഗനൈസിംഗ് ഓഫ് സ്കൂൾ ഗൈഡൻസ് സർവീസസ് സൈക്കോളജിക്കൽ ടെസ്റ്റ് ആർ റെയർലി അവൈലബിൾ ഇൻ മോസ്റ്റ് ഓഫ് ദ സ്കൂൾ. അതായത് ഈ ഗൈഡൻസ് സർവീസിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ടെസ്റ്റുകളുണ്ട്. പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഇൻട്രസ്റ്റ് നോക്കുന്ന ടെസ്റ്റ്, അതുപോലെ ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇങ്ങനെ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. ഇതൊക്കെ മിക്ക സ്കൂളുകളിലും അപൂർവമായിട്ട് ലഭിക്കുന്നുള്ളൂ. ചില സ്കൂളുകളിൽ തീരെയില്ല, ഒട്ടും ലഭ്യമല്ലാത്ത അവസ്ഥയും കാണപ്പെടുന്നുണ്ട്. നെക്സ്റ്റ്, ദ ടീച്ചേഴ്സ് ഓൺ ഹൂം ദ സക്സസ് ഓഫ് സ്കൂൾ ഗൈഡൻസ്. അതായത് ഓരോ സ്കൂൾ ഗൈഡൻസ് പ്രോഗ്രാമിൻ്റെയും സക്സസ് അല്ലെങ്കിൽ വിജയം എന്ന് പറയുന്നത് ടീച്ചേഴ്സാണ്. ടീച്ചേഴ്സിനെ ആശ്രയിച്ചിട്ടാണ് ഈ ഗൈഡൻസ് സർവീസിൻ്റെ വിജയം ഉള്ളത്. അപ്പോൾ ഈ അധ്യാപകർക്ക് ഗൈഡൻസ് പ്രോഗ്രാംസ് നടത്താനുള്ള അത്രയും അറിവും കാര്യക്ഷമതയും കഴിവും ഇല്ലാത്തത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ആയിട്ട് പറയാൻ സാധിക്കും. നെക്സ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, ഇൻ മോസ്റ്റ് ടീച്ചേഴ്സ് ആർ നോട്ട് ട്രെയിൻഡ് ഇൻ അധിക ടീച്ചേഴ്സിനും ഇതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് ലഭിക്കാത്തത്, ശരിയായ രീതിയിലുള്ള ഗൈഡൻസ് ആൻഡ് കൗൺസിലിങ്ങിൻ്റെ ട്രെയിനിങ് ലഭിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഗൈഡൻസ് പ്രോഗ്രാംസ് നടത്താൻ സാധിക്കില്ല. ഇതും ഒരു ലിമിറ്റേഷനായിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഡസ് നോട്ട് കം അണ്ടർ ദ സ്കോപ്പ് ഓഫ് ഇവാലുവേഷൻ ഓർ എക്സാമിനേഷൻ ഓഫ് പീപ്പിൾ. അതായത് ഗൈഡൻസ് സർവീസ് ഓർ പ്രോഗ്രാം ഡസ് നോട്ട് കം അണ്ടർ ദ സ്കോപ്പ് ഓഫ് ഇവാലുവേഷൻ ഓർ എക്സാമിനേഷൻ ഓഫ് പീപ്പിൾസ്. ഇൻ അതർ വേർഡ്, ഇറ്റ് ഹാസ് ബീൻ സെഡ് ദാറ്റ് ആസ് it isn't an examinable subject, naturally teachers aren't interested to carry out such work without any reward. അതായത് ഈ ഗൈഡൻസ് സർവീസ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് വിദ്യാർത്ഥികളുടെ ഇവാലുവേഷൻ, മൂല്യനിർണ്ണയത്തിൻ്റെയോ എക്സാംസിൻ്റെയോ ഒരു പരിധിയിലും വരുന്നതല്ല. അതുപോലെ തന്നെ അധ്യാപകർക്ക് ഇതിൽ ഒരു പ്രതിഫലവും ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ താല്പര്യവും അധ്യാപകർ ഈ ഗൈഡൻസ് പ്രോഗ്രാംസ് നടത്താൻ വേണ്ടിയിട്ട് കാണിക്കുന്നില്ല. ഇതൊരു കാരണമാണ്, ഒരു ലിമിറ്റേഷനായിട്ട് പറയാവുന്നതാണ്. അതായത് ഇവർക്ക് അതുകൊണ്ട് മറ്റ് ഗുണങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അധ്യാപകരും ആഗ്രഹിക്കുന്നില്ല. ഇതൊരു ലിമിറ്റേഷനാണ്. ലാസ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, the teachers in our secondary schools are overburdened with their instructional work as a result of which they don't give proper time for the said purpose. അതായത് അവർക്ക് അവരുടെ മറ്റു വർക്ക്, പാഠ്യേതര വർക്കുകൾ തന്നെ അത് തന്നെ ഓവർ ബേർഡൻഡ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ ഒരുപാട് സമയം ഇതിനു വേണ്ടി കളയാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. ഇതും ഒരു ലിമിറ്റേഷനായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സ്കൂൾ ഗൈഡൻസ് പ്രോഗ്രാമിനെ പറ്റി പറയാനുള്ളത്. സ്കൂളിൽ നടക്കുന്ന ഗൈഡൻസ് പ്രോഗ്രാംസിനെയാണ് സ്കൂൾ ഗൈഡൻസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് എഡ്യൂക്കേഷണലായിട്ടും വൊക്കേഷണലായിട്ടും പേഴ്സണലായിട്ടും അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ നേരിടുന്ന പ്രശ്നപരിഹാരത്തിനുള്ള ഒരു സമഗ്രവും വികസനപരവുമായ ഒരു പ്രോഗ്രാമിനെയാണ് സ്കൂൾ ഗൈഡൻസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ നീഡ്സ് എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്തു. നീഡ്സ് ഓഫ് ഓർഗനൈസിങ് ഗൈഡൻസ് പ്രോഗ്രാം. അതിനുശേഷം നോക്കിയത് ഇതിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ്. നെക്സ്റ്റ് അതിൻ്റെ സ്റ്റെപ്സ് എന്താണ് നമ്മൾ നോക്കി. എൻവയോൺമെൻറ്റ് അസസ്മെൻറ്റ്, നീഡ്സ് അസസ്മെൻറ്റ്, പ്രയോറിറ്റി സെറ്റിംഗ്, ഗോൾ ഓർ ഒബ്ജക്റ്റീവ് ഫോർമുലേഷൻ, സ്ട്രാറ്റജീസ് ഐഡൻറ്റിഫിക്കേഷൻ, പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ, പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റീസൈക്ലിംഗ്. നെക്സ്റ്റ് അതിൻ്റെ ലിമിറ്റേഷൻസ് നോക്കി. ഒരു സിമ്പിൾ ടോപ്പിക്കാണ്,
എഴുതുമ്പം കുറച്ച് കാണുന്നേ ഉള്ളൂ. നമുക്ക് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്സാണ് ഇതിൽ വരുന്ന സബ് ടോപ്പിക്സൊക്കെ. അപ്പോൾ ഈ എടുത്ത ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്ദി.